കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹായ് ഓൾ, വെൽക്കം ടു ഇഗ്നോ ഫോക്കസ് 5.0. ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇഗ്നോ ഫോക്കസ് സീരീസിലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിന്റെ ബേസിസിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് MCNU കോഴ്സിൽ കവർ ചെയ്യുന്ന ഫസ്റ്റ് സെമ്മിൽ വരുന്ന MCS 213 സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന സബ്ജക്റ്റിന്റെ ഒരു അൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ്. നമുക്കറിയാം ലേൺവൈസിൽ ഇതിന് മുന്നേ ഉള്ള എക്സാം സൈക്കിൾസിൽ സക്സസ്ഫുള്ളി കണ്ടക്ട് ചെയ്തിട്ടുള്ളതാണ് ഇഗ്നോ ഫോക്കസ് സീരീസ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പാസ് 5 എക്സാം സൈക്കിളിലെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബേസിസിൽ ഇനി വരാൻ പോകുന്ന എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസിന്റെ ഏരിയ ഏതൊക്കെ മേഖലകളിലാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ഏതൊക്കെയാണ് പ്രോബബിലിറ്റി കൂടിയ ക്വസ്റ്റ്യൻസ്, ഇതിനെ പറ്റിയിട്ടൊക്കെ ഉള്ളൊരു ഡിസ്കഷൻ ആയിരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ഇതിൽ നമ്മൾ സിലബസ് മാപ്പിംഗ് ആണ്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിൽ നമുക്ക് 4 ബ്ലോക്കാണുള്ളത്. ഓരോ ബ്ലോക്കിലും ഇമ്പോർട്ടൻ്റ് ഏരിയ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട ആ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. എക്സാം പാറ്റേൺ അനാലിസിസ്, ഇതിന് മുന്നേ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബേസിസിൽ ഇനി വരാൻ പോകുന്ന എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യും. റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് റിവ്യൂ, റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെ അതിനെപ്പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യും. ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ, ഇനി വരാൻ പോകുന്ന എക്സാമിന് ഹൈലി പ്രോബബിൾ ആയിട്ടുള്ള ഏരിയാസ് ഏതൊക്കെ ഏരിയാസിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അത് ഡിസ്കസ് ചെയ്യും. അതിനുശേഷം നമ്മളൊരു മോക്ക് പ്രെഡിക്റ്റീവ് പേപ്പർ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇഗ്നോ മോഡൽ ഒരു ഫുൾ ലെങ്ത് ക്വസ്റ്റ്യൻ പേപ്പർ, അതിൻ്റെ മോഡൽ ആൻസർ മാർക്കിംഗ് സ്കീമും ആപ്പ് ത്രൂ ആക്സസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ഡേറ്റ എന്ന് പറയുന്നത് ഇഗ്നോ എക്സാംസിൽ ജൂൺ 2022 മുതൽ ജൂൺ 2025 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഇനി ഫസ്റ്റ് നമ്മൾ സിലബസ് മാപ്പിംഗ് ആണ് നോക്കുന്നത്. ബ്ലോക്ക് 1 യൂണിറ്റ് 1 അതിൽ SDLC മോഡൽ പാസ് പേപ്പറിൽ 5 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ യൂണിറ്റ് 2 റിക്വയർമെന്റ് എഞ്ചിനീയറിംഗ് ആൻഡ് SRS 8 ടൈം, 2 മീഡിയം ലെവൽ ഓഫ് പ്രോബബിലിറ്റി. ഇനി യൂണിറ്റ് 2 DFT ഡേറ്റ ഡിക്ഷണറി ERD 3 ടൈംസ്. യൂണിറ്റ് 2 സോഫ്റ്റ്വെയർ പ്രോട്ടോടൈപ്പിംഗ്, അതിൻ്റെ ടൈപ്സ് ഡെഫിനിഷൻ 3 ടൈംസ്, ലോ പ്രോബബിലിറ്റി വരുന്ന ടോപ്പിക്സ് ആണ്. യൂണിറ്റ് 3 HCI UX, അതുപോലെ തന്നെ ഡിസൈൻ ഫോർ മൊബിലിറ്റി മീഡിയം ഇമ്പോർട്ടൻസ് 6 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. യൂണിറ്റ് 3 സോഫ്റ്റ്വെയർ ഡിസൈൻ ആർക്കിടെക്ചറൽ മോഡുലർ 5 ടൈംസ് മീഡിയം ഇമ്പോർട്ടൻസ്. യൂണിറ്റ് 4 സോഫ്റ്റ്വെയർ ക്വാളിറ്റി ആട്രിബ്യൂട്ട്സ് 9 ടൈംസ് മീഡിയം ഇമ്പോർട്ടൻസ്. യൂണിറ്റ് 4 ഫോർമൽ ടെക്നിക്കൽ റിവ്യൂ FTR 3 ടൈംസ് ലോ പ്രോബബിലിറ്റി വരുന്ന ടോപ്പിക് ആണ്. ഇനി യൂണിറ്റ് 4 സോഫ്റ്റ്വെയർ റിലയബിലിറ്റി 2 ടൈംസ് ലോ പ്രോബബിലിറ്റി. യൂണിറ്റ് 4 വെരിഫിക്കേഷൻ വേഴ്സസ് വാലിഡേഷൻ 2 ടൈംസ് ലോ പ്രോബബിലിറ്റി. ഇനി ബ്ലോക്ക് 2 യൂണിറ്റ് 5 എസ്റ്റിമേഷൻ 14 ടൈംസ് ഹൈലി പ്രോബബിൾ. യൂണിറ്റ് 5 കൊക്കോമോ മോഡൽ 4 ടൈംസ് ലോ പ്രോബബിലിറ്റി. പുറ്റ്മാൻ മോഡൽസ് ഇമ്പോർട്ടൻ്റ് ആണ്. ബ്ലോക്ക് 2 യൂണിറ്റ് 5 കവർ ചെയ്യുന്നു. യൂണിറ്റ് 6 റിസ്ക് മാനേജ്മെന്റ് ഫേസസ് ടൂൾസ് 7 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. യൂണിറ്റ് 6 പ്രോജക്ട് സ്കെഡ്യൂളിംഗ് മെത്തേഡ്സ് 1 ടൈം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. യൂണിറ്റ് 7 ടെസ്റ്റിംഗ് ബ്ലാക്ക് ബോക്സ് വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ്, അതിൻ്റെ ലെവൽസ് മീഡിയം ഇമ്പോർട്ടൻസ് വരുന്ന ടോപ്പിക്കാണ്. യൂണിറ്റ് 7 സൈക്ലോമെട്രിക് കോംപ്ലക്സിറ്റി CFG 4 ടൈംസ്. യൂണിറ്റ് 7 ഡീബഗ്ഗിംഗ് സ്റ്റെപ്സ് ആക്ടിവിറ്റീസ് 1 ടൈം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. യൂണിറ്റ് 8 SCM വേർഷൻസ് ബേസ് ലൈൻസ് ചേഞ്ച് കൺട്രോൾ 8 ടൈം. യൂണിറ്റ് 9 വെബ് ആപ്പ് എഞ്ചിനീയറിംഗ് 3 ടൈംസ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇനിയും ബ്ലോക്ക് 3 യൂണിറ്റ് 10 മൊബൈൽ ആപ്പ് അപ്രോച്ച് 6 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. യൂണിറ്റ് 10 മൊബൈൽ ആപ്പ് എലമെന്റ്സ്, അതിൽ UX സ്പീഡ് സെക്യൂരിറ്റി 1 ടൈം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇനി യൂണിറ്റ് 11 കേസ് 2 കാറ്റഗറീസ് ഡിപ്ലോയ്മെന്റ് 4 ടൈംസ്. യൂണിറ്റ് 12 റീ എഞ്ചിനീയറിംഗ് വേഴ്സസ് റിവേഴ്സ് എഞ്ചിനീയറിംഗ് 7 ടൈംസ്. യൂണിറ്റ് 12 ക്ലീൻ റൂം സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് 6 ടൈംസ്. ബ്ലോക്ക് 4 ഇനി കവർ ചെയ്യുന്നത്. അതിൽ യൂണിറ്റ് 13
Capability Maturity Model, CMMI, 3 times. Block 4, Unit 13, First Time Right Optimization, 3 times. Block 4, Unit 14, Emerging Trends, AI, Cloud, Container, etc. 8 times ചോദിച്ചിട്ടുണ്ട്. ഇനി യൂണിറ്റ് 15 UML ഇതിന്റെ ക്ലാസിഫിക്കേഷൻ, ബിഹേവിയറൽ ഡയഗ്രാംസ് 7 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. ഇനി ബ്ലോക്ക് 4 യൂണിറ്റ് 16 ഡേറ്റ സയൻസ് ലൈഫ് സൈക്കിൾ ആൻഡ് മെത്തേഡ് 6 ടൈംസ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ബ്ലോക്ക് എന്ന് പറയുന്നത് ബ്ലോക്ക് 1, ബ്ലോക്ക് 2 ഹൈലി ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ബ്ലോക്ക് 3 ആൻഡ് ബ്ലോക്ക് 4. ഈ ഹീറ്റ് മാപ്പ് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ബ്ലോക്ക് 2 യൂണിറ്റ് 4, 5 എന്നാണ്. ഇനി നോക്കുന്നത് ടോപ്പ് 3 ഹൈ ഈൽഡ് ടോപ്പിക്സ് ആണ്. അതിൽ എസ്റ്റിമേഷൻ ടെക്നിക്സ്, സൈസ്, എഫേർട്ട്, സ്കെഡ്യൂള്, കോസ്റ്റ് റിപ്പീറ്റ്ലി ചോദിച്ചിട്ടുണ്ട്. അതുപോലെ കൊക്കോമോ മോഡൽ, റിക്വയർമെന്റ് എഞ്ചിനീയറിംഗ്, SRS ഈ ഏരിയയിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതുപോലെ സോഫ്റ്റ്വെയർ ക്വാളിറ്റി ആൻഡ് ആട്രിബ്യൂട്ട്സ് പാസ് പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ദെൻ നമുക്ക് ടെസ്റ്റിംഗ് ആ ഏരിയയിൽ നിന്ന് ബ്ലാക്ക് ബോക്സ്, വൈറ്റ് ബോക്സ്, ആൽഫ, ബീറ്റ, SCM വേർഷൻസ്, ബേസ് ലൈൻ, ചേഞ്ച് കൺട്രോൾ റുട്ടീൻ, ഓൾമോസ്റ്റ് ഒരു 10 മാർക്കിന് ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഇനി കോംപ്രഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസിൽ essay ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ നമുക്ക് പ്രതീക്ഷിക്കും. 10 മാർക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. 180 to 220 വേർഡ്സിൽ എഴുതണം. ഇനി ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻസ് ഓരോന്നിനും 5 മാർക്ക് വെച്ച് 4 ക്വസ്റ്റ്യൻസ് 80 to 120 വേർഡ്സിൽ. ഇനി ഡിസൈൻ ഡയഗ്രമാറ്റിക് ക്വസ്റ്റ്യൻസ് DFT, UML, CFG 6 to 8 ലൈൻസിൽ എഴുതണം. ഇനി ന്യൂമറിക്കൽ കമ്പ്യൂട്ടേഷൻ 5 to 10 മാർക്ക് ക്വസ്റ്റ്യൻ, കൊക്കോമോ, പുറ്റ്മാൻ മോഡൽസ് 5 to 10 മാർക്സിന്, SRS സ്പെസിഫിക്കേഷൻ ഓർ കേസ് സ്റ്റൈൽ പ്രോംപ്റ്റ് 10 മാർക്കിന് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ essay ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ്റെ ഫോർമാറ്റ് നോക്കുമ്പോൾ essay ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാം. 10 മാർക്കിന് ഓൾമോസ്റ്റ് ഒരു 200 വേർഡ്സിന് എഴുതണം. ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം 5 മാർക്കിന് 2 to 3 ബുള്ളറ്റ് പോയിന്റ്സും ഇൻക്ലൂഡ് ചെയ്ത് ഡെഫിനിഷൻസും സ്മോൾ എക്സാമ്പിളും ഒക്കെ കൊടുത്ത് എഴുതണം. ഇനി ഡിസൈൻ ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് 10 മാർക്കിന് പ്രതീക്ഷിക്കാം. DFT, UML, CFG ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ന്യൂമറിക്കൽ കമ്പ്യൂട്ടേഷണൽ അതിലെ കൊക്കോമോ മോഡൽ പോലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനാലിസിസ് ബ്ലോക്ക് വൈസ് നോക്കുമ്പോൾ ഒരു പാസ്റ്റ് 5 എക്സാം സൈക്കിൾ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബേസിസിലാണ് ബ്ലോക്ക് 1 നിന്ന് ഓൾമോസ്റ്റ് 30.8% ക്വസ്റ്റ്യൻസ് കവർ ചെയ്തിട്ടുണ്ട്. ദെൻ ബ്ലോക്ക് 2 അതിൽ നിന്ന് 20.8%, ബ്ലോക്ക് 3 25.8%, ബ്ലോക്ക് 4 15.8%. ഓക്കെ, essay ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ ഇപ്പോൾ ഒരു ഡിപ്പാണ് കാണുന്നത്. അതുപോലെ തന്നെ നമുക്ക് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസിൽ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഷോർട്ട് നോട്ട്സും അതുപോലെ തന്നെ ഡിസൈൻ അല്ലെങ്കിൽ ഡയഗ്രാം ക്വസ്റ്റ്യൻസ് ഇൻക്രീസ് ചെയ്ത് വരുന്നതായിട്ട് കാണും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പ്രിപ്പറേഷൻ ടിപ്സ് ആണ്. ഓക്കെ, പ്രിപ്പറേഷൻ ടിപ്സിൽ നമുക്കറിയാം 3 അവർ ആണ് എക്സാം. 3 അവറിൽ 100 മാർക്കിനായിരിക്കും ക്വസ്റ്റ്യൻ. essay അല്ലെങ്കിൽ തിയറി ക്വസ്റ്റ്യൻസിന് ഓൾമോസ്റ്റ് 125 മിനിറ്റ്സ് സ്പെൻഡ് ചെയ്യാം. ദെൻ നമുക്ക് ഡയഗ്രാം ഡിസൈൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് 50 മിനിറ്റ്സോളം, ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് 11 മിനിറ്റോളം. 4 to 5 മിനിറ്റ്സ് നമുക്ക് ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്ന് എഴുതിയതൊക്കെ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. ഇനി ടോപ്പ് 10 റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് ആണ്. ബ്ലോക്ക് 1 ഫ്രീക്വൻ്റ്ലി ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. സോഫ്റ്റ്വെയർ ക്വാളിറ്റിൻ്റെ ആട്രിബ്യൂട്ട് ഫാക്ടേഴ്സ് 5 ടൈംസോളം ചോദിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 2 ഡെവലപ്പ് SRS ഫോർ എ സിസ്റ്റം ഔട്ട്ലൈൻ അസംഷൻ 4 ടൈംസ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. തേർഡ് വൺ ഡിഫൈൻ റിസ്ക് ആൻഡ് എക്സ്പ്ലെയിൻ ഫേസസ് ഓഫ് റിസ്ക് മാനേജ്മെന്റ് 3 ടൈംസ്. ഫോർത്ത് വൺ ടെസ്റ്റിംഗ് ബ്ലാക്ക് ബോക്സ് വേഴ്സസ് വൈറ്റ് ബോക്സ് അതിന്റെ ലെവലും 3 ടൈംസ്. ഫിഫ്ത്ത് വൺ UML ക്ലാസിഫിക്കേഷൻ ബിഹേവിയറൽ ഡയഗ്രാംസ് 3 ടൈംസ്. ഇനി സിക്സ്ത് വൺ ക്ലീൻ റൂം സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഡെഫിനിഷൻസ് പ്രിൻസിപ്പിൾസ് 3 ടൈംസ്. ഇനിയും സെവൻത് വൺ ഡ്രോ 3 level DFT ഓഫ് എ സിസ്റ്റം 3 ടൈംസ്. എക്സ്പ്ലെയിൻ കൊക്കോമോ മോഡൽ ലെവൽസ് ക്ലാസസ് 3 ടൈംസ്. നയൻത് വൺ എക്സ്പ്ലെയിൻ വാട്ടർ ഫ്ലോ ഓർ സ്പൈറൽ മോഡൽ 3 ടൈംസ്. സൈക്ലോമാറ്റിക് കോംപ്ലക്സിറ്റി 3 ടൈംസ് ചോദിച്ചു ക്വസ്റ്റ്യൻ. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG നേടാനൊന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം.
കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയ ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന കോഴ്സുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കിവിടെ കാണാം. ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയവരുടെയും അതുപോലെ തന്നെ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിലേക്ക് ചെല്ലുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. ഫ്രീക്വൻസി ടേബിൾ ആണ് നോക്കുന്നത്. ബ്ലോക്ക് വൈസ് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോഫ്റ്റ്വെയർ ക്വാളിറ്റി, ആട്രിബ്യൂട്ട് ഫാക്ടേഴ്സ്, ബ്ലോക്ക് 1 യൂണിറ്റ് 4 നിന്ന് കവർ ചെയ്യും. ആവറേജ് ഒരു 10 മാർക്സിന് 5 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. ഡെവലപ്പ് SRS ഫോർ എ സിസ്റ്റം, ബ്ലോക്ക് 1 യൂണിറ്റ് 2 ആണ്. അപ്പിയറൻസ് 4 ആണ് വരുന്നത്. ആവറേജ് 8.8 മാർക്ക്. ഡിഫൈൻ റിസ്ക് ആൻഡ് എക്സ്പ്ലെയിൻ ഫേസസ് ഓഫ് റിസ്ക് മാനേജ്മെന്റ്, ബ്ലോക്ക് 2 യൂണിറ്റ് 6 3 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് 10 മാർക്ക്. ടെസ്റ്റിംഗ്, ബ്ലാക്ക് ബോക്സ് വേഴ്സസ് വൈറ്റ് ബോക്സ് അതിന്റെ ലെവൽസ്, ബ്ലോക്ക് 2 യൂണിറ്റ് 7 3 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. 10 മാർക്ക് ആവറേജ്. UML ക്ലാസിഫിക്കേഷൻ, ബിഹേവിയറൽ ഡയഗ്രാം, ബ്ലോക്ക് 4 യൂണിറ്റ് 15 3 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. ആവറേജ് 10 മാർക്ക്. ക്ലീൻ റൂം സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്, ഡെഫിനിഷന്, പ്രിൻസിപ്പിൾസ്, ബ്ലോക്ക് 3 ആണ്. യൂണിറ്റ് 12 അപ്പിയറൻസ് 3 ആണ്. ആവറേജ് 8.3 മാർക്ക്. ഇനി ഡ്രോ 3 ലെവൽ DFT ഫോർ എ സിസ്റ്റം, ബ്ലോക്ക് 1 യൂണിറ്റ് 2 അപ്പിയറൻസ് 3 ആണ്. ആവറേജ് മാർക്ക് 8.3. ഇനി എക്സ്പ്ലെയിൻ കൊക്കോമോ മോഡൽ, ബ്ലോക്ക് 2 യൂണിറ്റ് 5 അപ്പിയറൻസ് 3 ആണ്. ആവറേജ് 8.3 മാർക്ക്. എക്സ്പ്ലെയിൻ വാട്ടർ ഫ്ലോ or spiral model, block 1 unit 1 appearance 3 times, average 8.3 mark. Cyclomatic complexity, CFG, block 2 unit 7 3 times appear ചെയ്തിട്ടുണ്ട്. ആവറേജ് 5 മാർക്ക്. ഈ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ഓൾമോസ്റ്റ് ഒരു 37.5% വന്നിട്ടുള്ളത്. റിമൈനിങ് ക്വസ്റ്റ്യൻസ് 62.5%. ഇനി സ്ട്രാറ്റജിക് പാനൽ നോക്കുവാണെങ്കിൽ നമ്മൾ ഈ റിപ്പീറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അറ്റ്ലീസ്റ്റ് ട്വൈസ് എങ്കിലും നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ട് വേണം എക്സാംസിന് പോകാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ നോക്കുന്ന ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ ആണ്. ബ്ലോക്ക് വൈസ്, യൂണിറ്റ് വൈസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ്. ഇനി വരാൻ പോകുന്ന എക്സാമിന് ഇതൊക്കെ ഈ ഏരിയാസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എത്രമാത്രം പ്രോബബിൾ ആണ് എന്നുള്ളതാണ്. ബ്ലോക്ക് 1 യൂണിറ്റ് 1 വാട്ടർ ഫ്ലോ സ്പൈറൽ SDLC 47.1 മീഡിയം പ്രോബബിലിറ്റി. ബ്ലോക്ക് 1 യൂണിറ്റ് 2 റിക്വയർമെന്റ്, അതിൽ SRS, DFD, ERD, ഡേറ്റ ഡിക്ഷണറി, പ്രോട്ടോടൈപ്പ്, ഹൈലി പ്രോബിൾ 85.7% പ്രോബിൾ. ബ്ലോക്ക് 1 യൂണിറ്റ് 3 ഡിസൈൻ, ആർക്കിടെക്ചറൽ മോഡുലാർ ഇന്റർഫേസ്, HCI, UX, മൊബിലിറ്റി 42.9% പ്രോബബിൾ. യൂണിറ്റ് 4 ക്വാളിറ്റി, റിലയബിലിറ്റി, FTR, സെക്യൂരിറ്റി 85.7 ഹൈലി പ്രോബബിൾ. ഇനി നമ്മൾ ബ്ലോക്ക് 2 അതിൽ യൂണിറ്റ് 5 എസ്റ്റിമേഷൻ, കൊക്കോമോ, പുറ്റ്സ്മാൻ മാട്രിക്സ് 71.4 ഹൈലി പ്രോബബിൾ. ഇനി യൂണിറ്റ് 6 റിസ്ക് സ്കെഡ്യൂളിംഗ് പ്ലാൻ ഹൈലി പ്രോബബിൾ ആണ്. യൂണിറ്റ് 7 ടെസ്റ്റിംഗ്, ഡീബഗിംഗ്, സൈക്ലോമാറ്റിക് ലെവൽസ് ഹൈലി പ്രോബബിൾ. യൂണിറ്റ് 8 SCM ചേഞ്ച് ബേസ് ലൈൻ വേർഷൻസ് 42.9 highly probable. Block 3 Unit 9 Web Engineering Team Issues 42.3 highly probable. In Block 3 Unit 10 Mobile Engineering Approaches Elements J2ME medium probability. Unit 11 Case Tools 28.6 low probable. Block 3 Unit 12 Clean Room Reuse CBSC റീഎഞ്ചിനീയറിംഗ് ഹൈലി പ്രോബബിൾ ആയിട്ടുള്ള ഏരിയ ആണ്. ബ്ലോക്ക് 4 ആണ് ഇനി കവർ ചെയ്യുന്നത്. യൂണിറ്റ് 13 CMM, CMMI, FTR ഒപ്റ്റിമൈസേഷൻ മീഡിയം പ്രോബബിലിറ്റി. യൂണിറ്റ് 14 എമർജിംഗ് ട്രെൻഡ്സ്, അതിൽ AI, ക്ലൗഡ്, കണ്ടെയ്നർ ലോ പ്രോബബിലിറ്റി ആണ് ഈ ഏരിയാസിനൊക്കെ. UML അതിൻ്റെ ക്ലാസിഫിക്കേഷനും ബിഹേവിയറലും ലോ പ്രോബബിലിറ്റി. ഡേറ്റ സയൻസ് ലോ പ്രോബബിലിറ്റി. അൺമാപ്ഡ് ഏരിയ 85.7% കവർ ചെയ്യുന്നുണ്ട്. 70% അതിലും അല്ലെങ്കിൽ അതിലും കൂടുതലായിട്ട് പ്രോബബിലിറ്റി വരുന്നതാണ് ഹൈലി പ്രോബബിൾ ഏരിയ. ഫോർ എക്സാമ്പിൾ എസ്റ്റിമേഷൻ ടെക്നിക്സ്, അതുപോലെ CBSC, റീ എഞ്ചിനീയറിംഗ്, ഈ ഏരിയാസിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇനിയും പ്രതീക്ഷിക്കാം. ഓക്കെ. മീഡിയം പ്രോബബിലിറ്റി 40 to 69% പ്രോബബിലിറ്റി. SDLC മോഡൽസ്,
അതുപോലെ വെബ് എഞ്ചിനീയറിംഗ് എന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ. ഇനി ലോ പ്രോബിലിറ്റി വരുന്ന ഏരിയ <14 ടൈപ്പ് ക്വസ്റ്റ്യൻസും ആണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇനി വരാൻ പോകുന്ന എക്സാമിന് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറാണ് MCS 213 സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്. ടൈം അലോട്ട് ചെയ്തേക്കും 3 hour ആണ്, മാക്സിമം 100 മാർക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 1 കമ്പൽസറി ആണ്. attempt any 3 questions from the rest. ക്വസ്റ്റ്യൻ നമ്പർ 1 കമ്പൽസറി ആണ്. ഓരോന്നിനും 10 മാർക്ക് വീതം, ടോട്ടൽ 40 മാർക്സ്. എ പാർട്ടില് റിക്വയർമെന്റ് എഞ്ചിനീയറിംഗ് ആൻഡ് SRS outline the key activities and produce a structured SRS skeleton for a medium scale information system. Justify how functional versus non-functional requirement are traced to design test artifact. 10 mark question. B part software project estimation. Explain the COCOMO family and estimation workflow. Size, effort, schedule, cost. Contrast at least 2 COCOMO modes and comment on model calibration. 10 mark question. C part risk management. Describe identification, analysis, planning, monitoring and control for 2 distinct risk state mitigation and contingency actions suitable for software project. 10 mark question. D part testing strategy. Compare black box and white box approaches indicating appropriate coverage, measures and defect finding strength. Conclude with the guidance for selecting test level. 10 mark question. Question number 2 ഓരോന്നിനും 10 മാർക്ക് വീതം. A part produce a context diagram and a consistent level 1 DFT with processes, data store and labeled flows for a digital hostel allotment system. State reasonable assumptions and balancing rules used. B part write a concise SRS outline for the same system covering scope, user classes, interfaces, data requirement and quality attribute. 10 mark question. Question number 3 A part clean room software engineering. Explain its goal, major activities, specification, correctness, incremental development, strategical testing, and how it differ from conventional model. 10 mark question. B part software configuration management. Define baseline, version control and change control. Illustrate how a change request propagate through SCM activity. 10 mark question. And question number 4 ഓരോന്നിനും 10 മാർക്ക് വീതമാണ്. A part software design. Differentiate architectural, modular, interface and HCI UX design concern. Explain how cohesion and coupling guide modularization. 10 mark question. B part testing and reliability. Define cyclometric complexity and its role in basis path testing. Relate reliability improvement to defect discovery across unit. Integration and system level. 10 mark question. Any question number 5 ഓരോന്നിനും 10 മാർക്ക് വീതം. A part software process improvement. Summarize SCI, CMMI, focus and explain. First time right FTR optimization for any 2 area. Example requirement, design, testing, DevOps. 10 mark question. B part UML and modeling. Classify UML diagram, then use one behavioral diagram of your choice. Model your intended behavior of a generic service workflow with clear state activities interactions. 10 mark question. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഒരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ. ഇതിൻ്റെ മോഡൽ ആൻസറും മാർക്കിംഗ് സ്കീമും ആപ്പ് ത്രൂ ആക്സസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ഇത്രയും കാര്യങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുക. അപ്പോൾ ഈ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അറ്റ്ലീസ്റ്റ് ട്വൈസ് എങ്കിലും വർക്കൗട്ട് ചെയ്തിട്ട് തന്നെ ആൻസർ ഒന്ന് നമ്മൾ ബിൽഡ് ചെയ്ത് അതൊന്ന് റൈറ്റ് ചെയ്യുന്ന ആ ഒരു ഇതിലേക്ക് എത്തിയിട്ട് തന്നെ എക്സാംസ് അപ്പിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുക. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഇനി നമുക്ക് എക്സാംസിന് പ്രതീക്ഷിക്കാം. ഡയഗ്രാംസ് ഇൻക്ലൂഡ് ചെയ്യേണ്ട ഏരിയാസിലൊക്കെ തന്നെ ഡയഗ്രാംസും കൂടി ഇൻക്ലൂഡ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ടോപ്പ് ത്രീ ഹൈ ഈൽഡ് ടോപ്പിക്സ്, ടോപ്പ് 10 റിക്കറിംഗ് ക്വസ്റ്റ്യൻസ്, ഈ ഏരിയാസ് ഒക്കെ തന്നെ കവർ ചെയ്തിട്ട് വേണം എക്സാമിന് പോകാൻ. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം.
ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലെർൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.